ഹലോ, അസ്സാം വലൈക്കും. മൈ യൂട്യൂബ് സ്റ്റോറി കിച്ചൻ ജ്യൂസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ചിക്കൻ കറിയും അരിപ്പത്തിരിയുമാണ്. അപ്പോൾ ചിക്കന് ഞാൻ ഫ്രീസ് ചെയ്ത ചിക്കന് അപ്പോൾ ഞാനത് എടുത്ത് വളർത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഐസൊക്കെ പോയതിന് ശേഷം ഇതേപോലെ ചെറുതായി കട്ട് ചെയ്ത്, അപ്പോൾ നമ്മൾ കഴുകുമ്പോൾ കുറച്ച് വിനാഗിരി കുഴിച്ച് ഇങ്ങേറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിലെന്തെങ്കിലുമൊക്കെ ഇതൊക്കെ പോയിക്കോളും. അപ്പോൾ ഞാൻ ആവശ്യമുള്ള സാധനങ്ങളിൽ ഒരു സവാളയാണ് എടുത്തേക്കുന്നത്, അതേപോലെ 2 തക്കാളി, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇതൊക്കെ ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് വെളിച്ചെണ്ണയിലിട്ട് വാട്ടണം. അപ്പോൾ അതിന് ഒരു കുക്കറിലാണ് ഞാനത് ചെയ്യണത് കേട്ടോ. കുക്കറിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ നമുക്ക് കയ്യിൽ കിട്ടുന്ന മസാലകൾ, അത് ഏലക്ക, അതേപോലെ സ്റ്റാർ, കരയാമ്പൂ, കറുകപ്പട്ട, പെരിഞ്ജീരകം, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന എല്ലാ ചേരുവകളും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് നന്നായിട്ട് അതിനൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ചൂടാറിയതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ടൊന്ന് അരച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്താൽ മതി. അത് നല്ല കറിക്ക് നല്ല കൂർക്കുണ്ടാവും. ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് അതിന് ടേസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മളതിനെ ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് അരച്ചിടുക. കുക്കറിൽ നമ്മൾ ആ ചിക്കൻ ഇട്ട് ഇങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതപ്പോൾ ആ മസാലയൊക്കെ അതിൽ കറക്റ്റ് പിടിച്ചോളും. അതിൽ നമ്മൾ നേരത്തെ ഇത് ചെയ്തതാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ മസാല അടിച്ച് വെച്ചത് അതിലൊഴിക്കുക. അത് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചാൽ മതി. അത് നമ്മൾ മൂടിയതിന് ശേഷം 2 വിസിലടിക്കുക കുക്കറിൽ. അപ്പോൾ അത് സെറ്റായിട്ടുണ്ടാവും. അതിന് ശേഷം നമുക്ക് കുറച്ച് നാളികേരം എടുത്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് ആ കറിയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല തിക്നെസ് ആയിരിക്കും, കറി നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ പത്തിരി കുബൂസിനൊക്കെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും കൂടി അത് പങ്കുവെക്കുകയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി കഴിച്ചതിന് ശേഷം അഭിപ്രായം പറയാം. പത്തിരി ഉണ്ടാക്കാൻ കഴിയാത്തവർ കുബൂസ് വാങ്ങിച്ചാലും മതി. കുബൂസ് വാങ്ങിച്ച് കഴിച്ചാലും സംഭവം സെറ്റാണ്. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ വീഡിയോ. ഇതിന് ശേഷം നമുക്കൊന്ന് താളിക്കണം. അതിന് ചെറുള്ളിയും അതേപോലെ കറിവേപ്പിലയും ഉണക്കമുളക് ഇട്ടും താളിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. അപ്പോൾ പത്തിരി നമ്മൾ പ്രസ്സിലൊക്കെ ഇതേപോലത്തെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ നമുക്കൊരു രസവും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. ഇൻഷാ അല്ലാഹ് ഇനി പുതിയ വീഡിയോകളുമായി ഇടയ്ക്കൊക്കെ കുക്കിങ്ങൊക്കെ ചെയ്തിട്ട് ഇതേപോലെ വീഡിയോ ഇടാം. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ദൈവം നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ ഇൻഷാ അല്ലാഹ്.